ഹായ് മൈ ഡിയറസ്റ്റ് ഫ്രണ്ട്സ്. അപ്പോൾ തന്നെ ഇന്നും നമ്മളെന്തായിരിക്കും ഉണ്ടാക്കുന്നത്? ഇന്ന് ഉണ്ടാക്കുന്ന പോലെ ഒരു ചായക്കടി. അപ്പോൾ തന്നെ ഇത് ഭയങ്കര സ്പെഷ്യലാണ്, മുട്ടയൊക്കെ ഫില്ലിംഗ് ആണ്. അപ്പോൾ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മുട്ടക്കുട്ടന്മാരെ ഒന്ന് വേവിക്കാൻ വയ്ക്കാം. അപ്പം നേരെ 3 മുട്ട എടുക്കുന്നു. അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് നേരെ അടുപ്പിലേക്ക് അതൊന്ന് അവിടെ കിടന്ന് തിളച്ച് മറിഞ്ഞൊന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് വേറൊരു കാര്യം തയ്യാറാക്കാം. നമ്മുടെ ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള സവാള, പച്ചമുളക്, ക്യാരറ്റ്, വെളുത്തുള്ളിയും ഇഞ്ചിയും അതരിഞ്ഞ് സെറ്റാക്കി വെച്ചാൽ നമുക്ക് നേരെ മാവ് കുഴയ്ക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഒരു അരക്കപ്പ്, ഇവിടെ ഞാൻ എടുത്തേക്കുന്ന കുഞ്ഞു കപ്പായുണ്ട്, അരക്കപ്പ് എന്ന് പറഞ്ഞത്, ഒരു അരക്കപ്പ് മൈദയും ഉപ്പും ഉണ്ട്. ഇവിടെ ഞാൻ ഈസ്റ്റ് ഇടുന്ന കാര്യം മറന്നുപോയായിരുന്നു, പിന്നെ ഓർത്തെടുത്തതാണ്. അപ്പോൾ ഈസ്റ്റും ഇട്ട് നല്ലപോലെ കുറച്ച് എണ്ണ ഒഴിച്ച് നല്ലപോലെ ഒന്ന് ആദ്യം സ്പൂൺ വെച്ച് പിന്നെ കൈ വെച്ചൊക്കെ നമുക്കൊരു ഷേപ്പൊക്കെ ഒന്ന് പിടിച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു സ്റ്റേജിലാകുമ്പം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്ക് മാവ് കുഴച്ചതിന് ശേഷം ഒരു 10-20 മിനിറ്റെങ്കിലും മാറ്റി വയ്ക്കണം. എങ്കിലേ അത് ഒന്ന് പൊങ്ങിയൊക്കെ ഒന്ന് സെറ്റായി നമ്മൾ സോഫ്റ്റായിട്ട് നമുക്ക് നമ്മുടെ മാവ് കിട്ടത്തുള്ളൂ. നമ്മുടെ മാവൊക്കെ ഒന്ന് സെറ്റാവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നേരെ ഗ്യാസ് ഓണാക്കുന്നു, പാൻ എടുക്കുന്നു, എണ്ണ ഒഴിക്കുന്നു, നേരെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നു. അത് നല്ലപോലെ ഒന്ന് മൂത്ത് സെറ്റായി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമ്മൾ എന്ത് ഇടുന്നത്? നമ്മളുടെ സവാള ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് 3 സവാളയാണ്. നിങ്ങൾക്കറിയാലോ, ഒന്ന് ഞാൻ മുമ്പ് കാണിച്ചു തന്നില്ലേ? ആ ഒരളവിന് തന്നെയാണ് ഞാൻ എല്ലാം എടുത്തേക്കുന്നത്. പിന്നെ അത്രയും ക്യാരറ്റ് എടുത്തിട്ടില്ല, അതിൻ്റെ പകുതി ക്യാരറ്റ് എടുത്തിട്ടുള്ളൂ. എല്ലാം കൂടി ഇടേണ്ടവരാണെങ്കിൽ ഓക്കെ, അതിട്ടോ. അത് പക്ഷേ എനിക്ക് ക്യാരറ്റിനോട് വലിയ താല്പര്യമില്ല, പക്ഷേ അത് കിടക്കുന്നതാണെന്നൊരു ഭംഗിയായതുകൊണ്ട് ഞാൻ ക്യാരറ്റ് എടുത്തിട്ടതാണ്. എന്നിട്ട് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് അതിനെ ഒന്ന് ജസ്റ്റ് നല്ല പോലെ ഒന്ന് ആ ഉള്ളിലേക്ക് ഒന്ന് വാടി ഒന്ന് ഓക്കെ ആയി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമുക്ക് നമ്മളുടെ ബാക്കി ഐറ്റംസ് കൂടി ഇട്ട് കൊടുക്കാം. അതും ഇട്ട് നല്ല സെറ്റായിട്ട് ഒന്ന് വാടി ഒന്ന് ഓക്കെ ആയിട്ട് വരണം. ഗൈസ്, ഇവിടെ എനിക്കൊരു വമ്പൻ അബദ്ധം പറ്റി. ഞാനാണെങ്കിൽ എല്ലാം ഓണാക്കി വെച്ചേക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈ പൊടി ഐറ്റംസ് ഇട്ടത്, പക്ഷേ ഇട്ടില്ല ഗൈസ്. ഐ എം സോ സോറി. അപ്പോൾ ഇവിടെ ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ കുരുമുളക് പൊടി, മുളക് പൊടി, ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഐ എം സോ സോറി ഗൈസ്, ഫസ്റ്റിലേ ഞാൻ പറയുന്നു കേട്ടോ. ഇനി നമുക്ക് മുട്ട ഇത് ഓണക്ക് ഒരു മുട്ടയെ നമ്മൾ 4ആയിട്ട് കണ്ടിക്കുന്നു. കണ്ടോ? അങ്ങനെ നമുക്ക് ആ 3 മുട്ടയും കണ്ടിച്ച് മാറ്റി വയ്ക്കാം. കണ്ടിച്ച് മാറ്റിയാൽ നമുക്ക് നേരെ നമ്മളുടെ മാവിനകത്തേക്ക് കയറും. മാവിന് തന്നെ നല്ല സോഫ്റ്റായിട്ട് കുഴഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ മാവിനെ ഉണ്ട പിടിച്ച് മാറ്റി വയ്ക്കുന്നു. ആദ്യം ആ സൈഡിൽ ഇരിക്കുന്ന ആ ഒരു ചുവപ്പ് കളറുള്ള സംഭവം ഉണ്ടോ, ആ ഒരു യന്ത്രമോ എന്തെനിപ്പോൾ പറയാം, ആ ഒരു സംഭവം കൊണ്ട് ചെയ്യാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ വർക്കായില്ല ഗൈസ്. അതുകൊണ്ട് പിന്നെ ഞാനത് നിങ്ങൾ എന്തിനാണ് വെറുതെ കാണിക്കുന്നതെന്ന് വെച്ച് ഞാനത് മാറ്റി നേരെ ജസ്റ്റ് പ്രസ്സിനകത്ത് ജസ്റ്റ് ഒന്ന് അമക്കി നേരെ പാത്രത്തിലോട്ട് വെച്ച് നമ്മളുടെ ആ ഒരു ഫില്ലിങ്ങും വെച്ച് അതിനകത്തേക്ക് നമ്മളുടെ മുട്ട സാറിനെ എടുത്ത് വെക്കുന്നു. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ്, വട്ടമെങ്കിൽ വട്ടം, ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ ഒക്കെ ആക്കി നമുക്ക് അതിനെ മൊത്തം ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഓക്കെ, ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിം ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പം നാളെയും വരാം ഞാൻ വേറൊരു ചായക്കടിയായിട്ട്. അപ്പോൾ ഗൈസ്, അടിപൊളി ടേസ്റ്റാണ്, നിങ്ങൾ എന്തായാലും മിസ് ചെയ്യരുത്. ഇത് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ, ബൈ ബൈ.